കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായമായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് നേരെ നടന്ന വധശ്രമവും ഫാത്തിമ മാതാവിന്റെ ഇടപെടലും. 1981 മെയ് 13 ഫാത്തിമ മാതാവിന്റെ ആദ്യ ദർശനത്തിന്റെ വാർഷിക ദിനത്തിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് തനിക്ക് നേരെയുണ്ടായ വെടിവയ്പിൽ നിന്ന് താൻ രക്ഷപ്പെട്ടത് മാതാവിന്റെ നേരിട്ടുള്ള ഇടപെടൽ മൂലമാണെന്ന് മാർപ്പാപ്പ വിശ്വസിച്ചിരുന്നു. 1981 മെയ് 13 തുർക്കി സ്വദേശിയായ മെഹമ്മദ് അലി ആക്സ എന്ന കൊലയാളി ഉതിർത്ത വെടിയുണ്ടകൾ മാർപ്പാപ്പയുടെ ശരീരത്തിൽ പതിച്ചു. മാരകമായി മുറിവേറ്റ അദ്ദേഹത്തെ ഉടനടി റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയ്ക്കൊടുവിൽ അദ്ദേഹം അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. പിന്നീട് അദ്ദേഹം ഇതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു കൈ വെടിയുണ്ട ഉതിർത്തു, മറ്റൊരു കൈ അതിന്റെ പാതയെ മാറ്റിവിട്ടു. തന്റെ ഹൃദയത്തിന് തൊട്ടടുത്തുകൂടി കടന്നുപോയ ആ വെടിയുണ്ട അദ്ദേഹം പിന്നീട് ഫാത്തിമയിലെ മാതാവിന്റെ കിരീടത്തിൽ ഭക്തിപൂർവ്വം സമർപ്പിച്ചു. ആക്രമണം കഴിഞ്ഞ് 4-ാം ദിവസം ആശുപത്രി കിടക്കയിൽ ഇരുന്നുകൊണ്ട് തന്നെ വെടിവെച്ച വ്യക്തിക്ക് പാപ്പ പരസ്യമായി മാപ്പ് നൽകി. പിൽക്കാലത്ത് അദ്ദേഹം ജയിലിലെത്തി അലി ആക്സയെ നേരിട്ട് കാണുകയും ചെയ്തു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് മാപ്പ് നൽകിയ ക്രിസ്തുവിന്റെ മാതൃക പിന്തുടർന്ന പാപ്പയുടെ ഈ പ്രവൃത്തി കത്തോലിക്കരും മുസ്ലിങ്ങളും തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തിന് വലിയൊരു സാക്ഷ്യമായി മാറി. തന്റെ കഷ്ടപ്പാടുകളെ ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളോട് ചേർത്ത് പിടിക്കാനാണ് മാർപ്പാപ്പ ശ്രമിച്ചത്. തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പാർക്കിൻസൺ രോഗത്താൽ ബുദ്ധിമുട്ടിയപ്പോഴും ആ വേദനകളെ ലോകത്തിന്റെ നന്മയ്ക്കായി അദ്ദേഹം സമർപ്പിച്ചു. 1917 മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെയുള്ള കാലയളവിൽ 6 തവണയാണ് ഫാത്തിമയിൽ ലൂസിയ, ഫ്രാൻസിസ്കോ, ജസീന്ത എന്നീ ഇടയ കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ ദർശനം നൽകിയത്. ഈ സന്ദർശനങ്ങളിലെല്ലാം ലോകസമാധാനത്തിനായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അമ്മ ആവശ്യപ്പെട്ടു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ സന്ദേശത്തെ തന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റി. മാർപ്പാപ്പയും ഫാത്തിമ മാതാവും തമ്മിലുള്ള ഈ ആത്മീയ ബന്ധത്തെ ആദരിക്കുന്നതിനായി ന്യൂയോർക്കിലെ സെന്റ് വിൻസെന്റ് ഫെറർ ചർച്ചിൽ ഒരു പ്രത്യേക തീർത്ഥാടന കേന്ദ്രം ഒരുക്കിയിട്ടുണ്ട്. വധശ്രമ സമയത്ത് മാർപ്പാപ്പ ധരിച്ചിരുന്നതും രക്തം പുരണ്ടതുമായ വസ്ത്രത്തിന്റെ ഭാഗം ഇവിടെ വിശ്വാസികൾക്ക് വണങ്ങാനായി വെച്ചിട്ടുമുണ്ട്. ഫാത്തിമ മാതാവിനോടുള്ള അടിയുറച്ച ഭക്തിയും കഷ്ടപ്പാടുകളെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ മനസാന്നിധ്യവും ഇന്നും കോടിക്കണക്കിന് വിശ്വാസികൾക്ക് വലിയ പ്രചോദനമാണ്.